എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഒരു മോട്ടറും അതിന്റെ കൂടെ തന്നെ ഒരു ഓട്ടോമാറ്റിക് പമ്പ് കൺട്രോളറുമാണ്. നമ്മുടെ വീട്ടിലെ വാട്ടർ പമ്പുകൾ തനിയെ പ്രവർത്തിപ്പിക്കാനും ഓഫ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ഉപകരണമാണിത്. ഇത് നമുക്ക് ഞങ്ങളുടെ ഒരു സ്ഥിരം കസ്റ്റമർ തന്നതാണ് കേട്ടോ. അദ്ദേഹം മറ്റൊരു ഡിവൈസ് വാങ്ങിയതുകൊണ്ട് ഈ മോട്ടറും കൺട്രോളറും റിപ്പയർ ചെയ്ത് ഞങ്ങളോട് എടുത്തോളം പറഞ്ഞാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. സോ നമുക്കിതിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് കണ്ടുപിടിക്കാം. CRI പമ്പ്സിന്റെ ഒരു സെൽഫ് പ്രൈമിംഗ് മോണോബ്ലോക്ക് പമ്പാണിത്. മോഡൽ വരുന്നത് എൽസ പ്രോ 51. ഇതൊരു 0.5 HP മോട്ടറാണ് കേട്ടോ. സാധാരണ പമ്പുകളെ അപേക്ഷിച്ച് ഇതിൽ ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും പൈപ്പിലെ വായു കളയേണ്ട ആവശ്യം വരുന്നില്ല. തനിയെ വെള്ളം വലിച്ചു കയറ്റാൻ ഇതിന് പ്രത്യേക ശേഷിയുണ്ട്. ഇതിന്റെ കൂടെ ഓട്ടോമാറ്റിക് കൺട്രോളർ കൂടി ഉള്ളതുകൊണ്ട് ടാപ്പ് തുറക്കുമ്പോൾ പമ്പ് തനിയെ ഓൺ ആകുന്നു. കൺട്രോളറിൽ പവർ ഓൺ, പമ്പ് ഓൺ, ഫെയിലിയർ എന്നീ 3 ഇൻഡിക്കേറ്റേഴ്സ് ആണുള്ളത്. അതുപോലെ ഒരു റീസ്റ്റാർട്ട് ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം കൺട്രോളർ മാറ്റിയിട്ട് മോട്ടർ മാത്രം പവർ സപ്ലൈ കൊടുത്ത് നോക്കിയിട്ടോ. എന്നാൽ മോട്ടർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അതിന്റെ കവർ കൂടി തുറന്ന് ചെക്ക് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കണ്ടെത്താനായില്ല. വലിയ പഴക്കമില്ലാത്ത മോട്ടർ ആയതുകൊണ്ട് തന്നെ കപ്പാസിറ്റർ കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ വയറുകളും പ്രോപ്പർ ആയിരുന്നു. മോട്ടറിന്റെ കോയിലും അഴിച്ചു നോക്കിയിരുന്നു. മോട്ടർ ഇപ്പോൾ വർക്കായിട്ടുണ്ട് കേട്ടോ. പ്രശ്നം ഇതിന്റെ കണക്ടറിന്റെ ഭാഗത്ത് ചെറിയൊരു ലൂസ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അതല്ലാതെ മറ്റു കുഴപ്പമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി ഞങ്ങൾ മോട്ടറും കൺട്രോളറും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 ഇൻഡിക്കേറ്റേഴ്സും ഒരു റീസ്റ്റാർട്ട് ബട്ടണും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കൺട്രോളറിലേക്ക് കറണ്ട് വരുന്നുണ്ടെങ്കിൽ പവർ ഓണിൽ പച്ച ലൈറ്റ് കത്തും. അതുപോലെ പമ്പ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പമ്പ് ഓണിൽ മഞ്ഞ ലൈറ്റും കത്തും. അതുപോലെ എന്തെങ്കിലും കാരണവശാൽ പമ്പ് പരാജയപ്പെട്ടാൽ പ്രശ്നം പരിഹരിച്ച ശേഷം റീസ്റ്റാർട്ട് ബട്ടൺ അമർത്തി വീണ്ടും പമ്പ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. ഇവിടെ ഇപ്പോൾ പവർ ഓണും ഫെയിലിയറുമാണ് കത്തുന്നത്. മോട്ടറിലേക്ക് വെള്ളം എത്താത്തത് കൊണ്ടാണ് ഫെയിലിയർ കാണിക്കുന്നത്. അതുപോലെ പമ്പ് നിലവിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് യെല്ലോ ലൈറ്റ് കത്താത്തതും. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കിയാലോ. ഇതിന്റെ ഉള്ളിലായി 2 വയറിംഗ് ടെർമിനൽസ് കാണാൻ പറ്റും. ഒന്ന് ലൈൻ കണക്ട് ചെയ്യാനും മറ്റൊരു മോട്ടോർ കണക്ഷനുമാണ്. ഇതിലെ ബ്രൗൺ വയർ ഫേസും ബ്ലൂ വയർ ന്യൂട്രലും അതുപോലെ മഞ്ഞ വയർ എർത്തുമാണ്. ഇതിന്റെ സർക്യൂട്ട് ബോർഡ് കൂടി നമുക്ക് നോക്കാം. ഈ ചുവന്ന ബോർഡാണ് കൺട്രോളറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇതിലെ സെൻസറുകൾ പൈപ്പിന്റെ പ്രഷർ തിരിച്ചറിയുകയും അതനുസരിച്ച് മോട്ടോർ സ്വിച്ച് ചെയ്യുകയും ചെയ്യുന്നു. പൈപ്പിൽ വെള്ളമില്ലാത്ത അവസ്ഥയിൽ മോട്ടോർ ഓഫ് ചെയ്യുന്നതും ഈ ബോർഡിലെ സർക്യൂട്ടുകളാണ്. ഇതിന്റെ പുറകുവശം കൂടി ഓപ്പൺ ചെയ്ത് നോക്കാട്ടോ. ഇതിന്റെ ഉള്ളിലായി വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്ന 2 വാൽവ് ഉണ്ട്. ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം ഒഴുകാൻ തുടങ്ങുകയും ഇനി വാൽവ് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. അതുപോലെ വാൽവ് ഉയരുമ്പോൾ ഇതിന്റെ കാന്തിക സിഗ്നൽ സെൻസർ തിരിച്ചറിയുകയും ഉടൻ തന്നെ പമ്പ് ഓൺ ആകാൻ സർക്യൂട്ട് ബോർഡിന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. ടാപ്പ് അടച്ചാൽ വെള്ളം തിരിച്ച് പമ്പിലേക്ക് പോകാതെ തടയുന്നതും ഈ ഭാഗമാണ്. ഇതുമൂലം പൈപ്പിന്റെ പ്രഷർ നിലനിൽക്കുകയും അടുത്ത തവണ ടാപ്പ് തുറക്കുമ്പോൾ ഉടൻ വെള്ളം ലഭിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും പമ്പ് നിൽക്കാതെ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ തനിയെ ഓൺ ആവുകയോ ചെയ്താൽ ഈ ഭാഗത്ത് മണ്ണോ തടസ്സങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ മതിയാകും. വാൽവ് കൃത്യമായി അടഞ്ഞില്ലെങ്കിൽ സെൻസർ തെറ്റായ സിഗ്നൽ നൽകാനും സാധ്യതയുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ചെക്ക് ചെയ്യുന്നതിന്റെ വീഡിയോ ഞങ്ങൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ വീഡിയോ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക്